സിവിൽ സർവീസ് ഫലം പ്രഖ്യാപിച്ചതോടെ വിജയത്തിളക്കത്തിലാണ് തിരുവനന്തപുരത്തെ സിവിൽ 360 അക്കാദമി. 18ഓളം വിദ്യാർത്ഥികളാണ് ഈ വർഷം അക്കാദമിയിൽ നിന്നും സിവിൽ സർവീസ് നേടി പുറത്തിറങ്ങുന്നത്. സിവിൽ സർവീസ് പരീക്ഷയുടെ ഔദ്യോഗിക ഫലപ്രഖ്യാപനം വന്നപ്പോൾ ഇത്തവണയും സിവിൽ 360 അക്കാദമിയിൽ 10 മാറ്റി വിജയമാണ്. 18ഓളം മിടുക്കന്മാരും മിടുക്കുകളുമാണ് റാങ്കുകൾ കരസ്ഥമാക്കിയത്. സിവിൽ സർവീസ് റാങ്ക് ലിസ്റ്റിൽ 507ാം റാങ്ക് കണ്ട സന്തോഷത്തിലാണ് ഫസൽ. മലപ്പുറം പരപ്പനങ്ങാടി സ്വദേശിയായ ഫസൽ 4ാം തവണയാണ് പരീക്ഷ എഴുതുന്നത്. എനിക്ക് ഇതുമായിട്ടുള്ള ഒരു റിലേഷൻ എന്ന് പറയുന്നത് എസ്പെഷ്യലി എൻ്റെ ഹിസ്റ്ററി ഓപ്ഷണൽ എൻ്റെ A to Z എന്നെ എക്സാം പാസ്സാവുന്ന തരത്തിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത് അസീം സാറിൻ്റെ ഹെൽപ്പാണ്. അത് ഏത് സമയത്തായാലും നമ്മുടെ ആൻസറുകൾ കറക്റ്റ് ആയിരിക്കും, അതിൻ്റെ ശരിയായ ഫീഡ്ബാക്ക് തരുന്നതിലൊക്കെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഭയങ്കര റോളുണ്ട്. വെറും 4 വർഷം കൊണ്ടാണ് ഈ ഉജ്ജ്വല നേട്ടമെന്ന സന്തോഷത്തിലാണ് അധ്യാപകരും. വളരെ ചുരുങ്ങിയ കുട്ടികളിൽ നിന്ന് വലിയൊരു വിജയ ശതമാനമാണ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഇത് ഇവിടെയുള്ള ഓരോ സ്റ്റുഡൻസും അവർ മാക്സിമം അതിനകത്ത് ഇടുകയും അതുപോലെ തന്നെ ഇവിടെയുള്ള ഓരോ ഫാക്കൽറ്റികൾക്കും അവർക്ക് ചെയ്യാൻ പറ്റുന്നതിന് മാക്സിമം ചെയ്തുകൊണ്ടാണ് ഇത് പറ്റിയത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പരിശീലകരുടെ നീണ്ട നിര തന്നെയാണ് ഇവിടുത്തെ വിജയ രഹസ്യം. ഇൻറ്റൻസീവായിട്ട് UPSC മോഡൽ മാതൃകയിൽ വരുന്ന ക്വസ്റ്റ്യൻസും പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻസും മെയിൻസിൻ്റെ ക്വസ്റ്റ്യനും കുട്ടികളെ ഇൻറ്റൻസീവായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യിക്കുക എന്നൊരു മെക്കാനിസമാണ് നമ്മളിവിടെ ബേസിക്കലി ഫോളോ ചെയ്യുന്നത്. അത് പക്ഷേ നമ്മൾ കഴിഞ്ഞ ഒരു 5 വർഷം നമ്മൾ ആ മെക്കാനിസം ഫോളോ ചെയ്തിട്ട് വലിയൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കഠിനാധ്വാനം മാത്രമാണ് സിവിൽ സർവീസിലേക്ക് എത്താൻ ഏക വഴി. ഈ കുറഞ്ഞ കാലം കൊണ്ട് നേടിയെടുത്ത നേട്ടങ്ങളും അവിടെ നിന്നിറങ്ങുന്ന വിദ്യാർത്ഥികളും അതാണ് അടയാളപ്പെടുത്തുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.